Good morning, all. Good morning, ma'am. നോക്കിയോ? കഴിഞ്ഞ ദിവസം മിസ് എടുത്തതൊക്കെ നോക്കിയോ? ക്ലിയർ ആണോ? ഇത് പറ്റി ഇപ്പൊ എണ്ണസംഖ്യ കുറവാണല്ലോ. ഇത് പറ്റി 51, 56, 61 ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഭയങ്കര കുറവാണ് നിങ്ങളുടെ സ്ട്രെങ്ത്. എന്താണ്, നോമ്പൊക്കെ ആയോണ്ടാണോ? ഓക്കെ. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ. എക്സാമിന്റെ ഇതായോണ്ട് അല്ലെ. പിന്നെ ഇനി വെക്കേഷനും ആയില്ലേ, മക്കൾക്ക് വെക്കേഷനും ആയില്ലേ. ടൈം കണ്ടെത്താട്ടോ അതിന്റെ ഇടയിൽ. ഇപ്പൊ നമുക്കറിയാം 3ഉം 4ഉം കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് അല്ലെ. പിന്നെ പരമാവധി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സമയം കണ്ടെത്താട്ടോ. ജോബ് റെസ്പോൺസിബിലിറ്റി ഇല്ല. ഓക്കെ, പറഞ്ഞുതരാട്ടോ മിസ്. ജോബ് റെസ്പോൺസിബിലിറ്റിയില് 8th പോയിന്റ് പറയുന്നത് എന്താണ്? പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട് പ്രൊസീജിയേഴ്സ് ടുവേർഡ്സ് അപ്ലിഫ്റ്റ്മെന്റ്. എന്താണ് നമുക്കറിയാം, ഹോസ്പിറ്റലിലെ എന്താണ് അപ്ലിഫ്റ്റ്മെന്റ് അല്ലെ, ഉന്നമനം ഉണ്ടോ? നമുക്ക് എല്ലാ കാലവും ഒരേപോലെ തന്നെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോയാൽ മതിയോ? ഉന്നമനം വേണം അല്ലേ, പുരോഗതി വേണം അല്ലേ ഹോസ്പിറ്റലില്. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങള്, പ്രൊസീജിയേഴ്സ് പ്ലാൻ ചെയ്യുന്നത് അല്ലെ, ആസൂത്രണം എന്തൊക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കും ഹോസ്പിറ്റലില്, മാനേജ്മെന്റിന്, സ്റ്റാഫുകൾക്ക് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് പ്ലാൻ ചെയ്യുന്നതും അത് വർക്ക്ഔട്ട് ചെയ്യുന്നതും പ്രാബല്യത്തിൽ കൊണ്ടുവരാം അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ക്വാളിറ്റി മാനേജർ ആണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? പ്രിവെന്റീവ് മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് വെഹിക്കിൾസ്. നമുക്കറിയാം നമ്മ ഈ മെറ്റീരിയൽസ് മാനേജ്മെന്റ് പഠിച്ചില്ലേ, വലിയ വില വരുന്ന എക്യുപ്മെന്റുകൾ എന്നൊക്കെ പറഞ്ഞില്ലേ, അസറ്റ്. അപ്പൊ അങ്ങനെയുള്ള എന്താണ് എക്യുപ്മെന്റുകൾ നമ്മ എന്ത് ചെയ്യും? ഓരോ വർഷത്തിലും മെയിന്റനൻസ് ചെയ്യോ, സർവീസ് ചെയ്യും, മെയിന്റനൻസ് ചെയ്യില്ലേ അല്ലേ. അതിന്റെ പാർട്സുകൾ മാറ്റേണ്ടത് ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രിവെന്റീവ് മെയിന്റനൻസ് അല്ലെ, അതിന് എന്തെങ്കിലും കേടുപാടുകള് അങ്ങനത്തെ സംഭവിക്കാതിരിക്കാനുള്ള മെയിന്റനൻസ് നടത്തുന്നതും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതും. അതേപോലെ എന്താണ് നമുക്കറിയാം, ഹോസ്പിറ്റലിൽ എന്തൊക്കെ വാഹനങ്ങൾ, വെഹിക്കിൾസ് ഉണ്ട് അല്ലെ, ആംബുലൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും കാർ ഉണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഓരോ വർഷം കൂടുമ്പോഴും സർവീസ് ചെയ്യാറുണ്ടോ? 2 വീലറിന് അല്ലെ സർവീസ് ഉണ്ട് അല്ലെ. അപ്പൊ അതേപോലെ എന്താണ്, ഓരോ ഈ വാഹനങ്ങളുടെ, ഹോസ്പിറ്റൽ വെഹിക്കിൾസിന്റെ എന്താണ് ഈ വാഹനങ്ങളുടെ സർവീസുകൾ, മെയിന്റനൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും നമ്മുടെ ക്വാളിറ്റി മാനേജർ ആണ്. പിന്നെ എന്താണ്, ആൻഡ് മോഡേണൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ അല്ലെ, ഹോസ്പിറ്റലിലെ മോഡേണൈസേഷൻസ് വേണ്ടി, നവീകരണത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതും നമ്മുടെ ക്വാളിറ്റി മാനേജർ ആണ്. ക്ലിയർ ആയോ? ഹോസ്പിറ്റലിലെ ഉന്നമനത്തിനും നവീകരണത്തിനും വേണ്ട ആസൂത്രണം ചെയ്യുന്നതും അതിന് വേണ്ട വർക്ക്ഔട്ട് പ്രൊസീജിയേഴ്സ് അല്ലെ, ആ കാര്യങ്ങൾ ഇപ്പൊ എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ മാത്രം മതിയോ, നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം ഹോസ്പിറ്റലിൽ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ക്വാളിറ്റി മാനേജർ ആണ്. കൂടാതെ എന്താണ്, നമ്മുടെ എക്യുപ്മെന്റുകളുടെ, വെഹിക്കിൾസിന്റെ ഒക്കെ പ്രിവെന്റീവ് മെയിന്റനൻസ് അല്ലെ, അതിന് തകരാറുകളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള മെയിന്റനൻസ് കാര്യങ്ങൾ ചെയ്യുന്നതും അതിനുവേണ്ട ഏർപ്പാട് ചെയ്യുന്നതും
നമ്മുടെ ക്വാളിറ്റി മാനേജർ ആണ്. നെക്സ്റ്റ് പറയുന്നത് സ്ട്രെങ്തൻ ആണ് കേട്ടോ. സ്ട്രെങ്തൻ. Strengthen of hospital management information system and key performance indicators and reports action taken. നിങ്ങൾക്ക് key performance indicators പഠിക്കാനുണ്ട് കേട്ടോ ഈ ചാപ്റ്ററിൽ. അപ്പൊ കൂടുതലായിട്ട് പറഞ്ഞുതരാം. അതായത് ഓരോ ഏരിയാസിലും അവിടുത്തെ പ്രവർത്തനങ്ങളെ ക്വാളിറ്റി ഉള്ളതാക്കാൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ, അതിനെയാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ, ഹോസ്പിറ്റൽ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും അല്ലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആണോ? സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. പിന്നെ എന്താണ്? ഹോസ്പിറ്റലിലെ ഓരോ ഏരിയാസുമായി ബന്ധപ്പെട്ട പ്രധാന പ്രവർത്തനങ്ങൾ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. എന്നിട്ട് എന്താണ്? അതിന് വേണ്ട റിപ്പോർട്ട് ആക്ഷൻ എടുക്കണം അല്ലെ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും നമുക്ക് പറഞ്ഞു ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ക്വാളിറ്റിയിൽ എന്തെങ്കിലും നമ്മൾ ഗ്യാപ്പ് അനാലിസിസ് പറഞ്ഞില്ലേ, അതേപോലെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് ചേഞ്ചസ് വരുത്തണ്ടേ, ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവരണം അല്ലെ, അതിനുവേണ്ട ആക്ഷൻ എടുക്കണം അല്ലെ, നടപടികൾ എടുക്കണം. അതൊക്കെ ചെയ്യുന്നത്, സ്ട്രെങ്തൻ ചെയ്യിക്കുന്നത് നമ്മുടെ ക്വാളിറ്റി മാനേജർ ആണ്. 8ഉം 9 അല്ലേ ചോദിച്ചത്? 10 പറഞ്ഞത്. നെക്സ്റ്റ് 9ാമത് ടു ഇൻസ്റ്റാൾ ആൻഡ് വെർച്വൽ ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റം ബോത്ത് ഫോർ എംപ്ലോയീസ് ആൻഡ് ദ പേഷ്യൻസ്. നമുക്കറിയാം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും അവിടെ വരുന്ന പേഷ്യൻസിനും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ എന്താണ് അവിടുത്തെ സർവീസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പരാതികൾ വരാലോ, അല്ലെങ്കിൽ റൂൾസുമായി ബന്ധപ്പെട്ടോ ഇല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാറുണ്ടോ? ഓഫീസിലേക്ക് നേരിട്ട് പറയാറുണ്ടോ? ഉണ്ടോ? എന്താണ് ആരൊന്നും പറയാത്തത്? ഉണ്ട് അല്ലെ. അപ്പൊ അതേപോലെ എന്താണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകൾക്കോ അതല്ലെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസിനോ എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ അത് അവർക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് എന്താണ് വെർച്വൽ ഗ്രീവൻസ് റിഡ്രസൽ, അതായത് ഓൺലൈൻ ആയിട്ട് നമുക്ക് പരാതികൾ രജിസ്റ്റർ ചെയ്യാലോ, ആപ്പ് വഴിയോ അതല്ലെങ്കിൽ ലിങ്ക് വഴിയോ കയറിയിട്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ വോട്ടിംഗ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ. നമുക്ക് നമ്മുടെ സോഷ്യൽ എന്തെങ്കിലും സാമൂഹിക എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോ നമ്മൾ വോട്ടിംഗ് ചെയ്യാറുണ്ടോ? ചെയ്തിട്ടില്ലേ? നമ്മ ഒരുപാട് ലിങ്ക് വഴി കയറി ഇങ്ങാനിട്ട് ഇല്ലേ? ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതേപോലെ എന്താണ് നമുക്ക് നമ്മുടെ പരാതികൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ഹോസ്പിറ്റലിൽ. അപ്പൊ അങ്ങനെയുള്ള വെർച്വൽ ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റം ഹോസ്പിറ്റലിൽ സ്ഥാപിക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെ ആയോ ആര്യ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. ഓക്കെ, ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഈസ് എ പ്രോസസ് for improving patient contentment and enhancing quality standard across the hospital of our country. ഒരു ഹോസ്പിറ്റൽ അല്ല പറഞ്ഞേക്കണം അല്ലെ, നമ്മുടെ കൺട്രി, അവർ കൺട്രി, നമ്മുടെ രാജ്യത്തുടനീളമുള്ള ഹോസ്പിറ്റലില് എന്താണ് രോഗികളുടെ സംതൃപ്തി അല്ലെ, പേഷ്യന്റിന്റെ കണ്ടന്റ്മെന്റ്, പേഷ്യൻസിന്റെ സംതൃപ്തി വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് എങ്ങനെയുള്ള സർവീസ് കൊടുക്കണം, എൻഹാൻസിങ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് അല്ലെ, ഗുണനിലവാരം ഉയർത്തുന്നതിനുമുള്ള ഒരു പ്രക്രിയയാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. നമ്മുടെ രാജ്യത്തുടനീളമുള്ള അല്ലെ ഓഫ് അവർ കൺട്രി, നമ്മുടെ രാജ്യത്തുടനീളമുള്ള ഹോസ്പിറ്റലുകളിലെ പേഷ്യൻസിന്റെ സംതൃപ്തി വർദ്ധിപ്പിക്കുന്നതിനും പിന്നെ എന്താണ് ഗുണനിലവാരം ഉയർത്തുന്നതിനുമുള്ള ഒരു പ്രക്രിയ, ഒരു പ്രോസസ് ആണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. ക്ലിയർ ആയോ?
ഇപ്പൊ നമ്മ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കുക അല്ലെ, അംഗീകാരം കൊടുക്കുക എന്ന പ്രോസസ്സിലൂടെയാണ് അവർക്ക് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. ഓക്കെ ആണോ? ആണോ? നാബ്, അതായത് NABH നാബ് എന്നുള്ള ഒരു ബോർഡ് വന്ന് കാണിട്ട് ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യും, പ്രവർത്തനങ്ങളെ അവർ വിലയിരുത്തും, അസസ് ചെയ്യും. ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രവർത്തനങ്ങള് സ്റ്റാൻഡേർഡ് ഉള്ളതാണോ അല്ലെ, അവർ ഒരുപാട് മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട് ഈ നാബ്. ആ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടാണോ ഹോസ്പിറ്റലിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ക്വാളിറ്റി ഉള്ളതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ അസസ് ചെയ്തതിന് ശേഷമാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ, അവർക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അപ്പൊ നമുക്കറിയാം അങ്ങനെ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് നമുക്കറിയാം അല്ലെ, അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും, ക്വാളിറ്റി ഉള്ളതായിരിക്കില്ലേ? ആയിരിക്കോ? ഇപ്പൊ നിങ്ങ ക്വാളിറ്റി ഉള്ളതായിരിക്കും അല്ലെ, അല്ലാണ്ട് അവർക്ക് അക്രഡിറ്റേഷൻ ലഭിക്കോ? ക്വാളിറ്റി ഇല്ലെങ്കിൽ അവർക്ക് അക്രഡിറ്റേഷൻ ലഭിക്കോ? അല്ലെങ്കിൽ നാബ് പറയുന്ന നിർബന്ധിത സ്റ്റാൻഡേർഡുകൾ പാലിച്ചില്ലെങ്കിൽ അവർക്ക് അക്രഡിറ്റേഷൻ ലഭിക്കോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്, നമുക്ക് ഉറപ്പിക്കാലോ, ആ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന സർവീസുകൾ എങ്ങനെയുള്ളതായിരിക്കും, ക്വാളിറ്റി ഉള്ളതും പേഷ്യൻസിന്റെ സേഫ്റ്റി ഉറപ്പാക്കിയതുമായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മുടെ കൊച്ചിയിലുള്ള ക്വാളിറ്റി ഉള്ളതായിരിക്കും അല്ലെ. കൊച്ചിയിലുള്ള ആസ്റ്റർ മെഡ് സിറ്റി ഇല്ലേ, ആസ്റ്റർ മെഡ് സിറ്റിക്ക് ഇന്റർനാഷണൽ JCIയുടെ അക്രഡിറ്റേഷൻ ലഭിച്ച ഹോസ്പിറ്റലാണ് ആസ്റ്റർ മെഡ് സിറ്റി ട്ടോ. പുറമേ നിന്ന് ഫോറിൻ കൺട്രീസിൽ നിന്ന് ആളുകൾ ട്രീറ്റ്മെന്റിന് വരുന്നത് കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലുകളില്? ഉണ്ട്. അതെന്താണ്, മെഡിക്കൽ ടൂറിസം ആണ് അല്ലെ, മെഡിക്കൽ ടൂറിസം അല്ലേ അത്. അവര് മെഡിസിന് എന്താണ് ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് വരുന്നല്ലേ. അപ്പൊ എന്താണ് അങ്ങനെ വരുന്നത് എന്താ, നമ്മുടെ ഇന്റർനാഷണൽ ലെവലില് ആ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിക്കുമ്പോഴാണ് ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ആ ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വരുന്നത്. ഓക്കെ ആയോ? ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പൊ അവർക്ക് ഉറപ്പ് വരാണ് അല്ലെ, ഫോറിൻ കൺട്രീസിലുള്ള ആളുകൾക്ക് ഉറപ്പ് വരല്ലേ, ഇന്റർനാഷണൽ ലെവലിൽ അക്രഡിറ്റേഷൻ ലഭിക്കുമ്പോ ആ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാല് നമുക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് ലഭിക്കും അല്ലെ, ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെന്റ് ലഭിക്കുമെന്ന് അവർക്ക് ഉറപ്പ് ലഭിക്കുന്നത് കൊണ്ടാണ് അവർ ആ ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ, അതായത് ഗുണനിലവാര സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് കൊണ്ട് എന്താണ്, രോഗികളുടെ സംതൃപ്തിയിലെ ക്വാളിറ്റി ഉള്ള ഒരു പരിചരണം ലഭിച്ചു കഴിഞ്ഞാല് പേഷ്യൻസിന് എന്ത് ലഭിക്കും? നിങ്ങൾ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിൽ പഠിച്ചു അല്ലെ, പഠിച്ചോ? അവർക്ക് ക്വാളിറ്റി ഉള്ള ബെറ്റർ ട്രീറ്റ്മെന്റ് ആണ് ലഭിക്കുന്നതെങ്കിൽ അവർക്ക് എങ്ങനെയായിരിക്കും അവര് സാറ്റിസ്ഫൈഡ് ആയിരിക്കുമോ? അപ്പൊ എന്താണ്, പേഷ്യൻസിന്റെ കണ്ടെന്റ്മെന്റ് അല്ലെ, അവരുടെ സംതൃപ്തി ഇംപ്രൂവ് വർദ്ധിപ്പിക്കുന്നതിനും പിന്നെന്താണ്, ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രക്രിയയാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് നോക്കിയേ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ആരെല്ലാമാണ് വരുന്നത്? ഫസ്റ്റ് അതിന്റെ ഹെഡ് ആയിട്ട് വരുന്നത്, സുപ്പീരിയർ ആയിട്ട് വരുന്നത് ബോർഡ് ഓഫ് ഡയറക്ടർ, അതായത് ടോപ്പ് മാനേജ്മെന്റിൽ നിന്നുള്ള ആളായിരിക്കും നമ്മുടെ ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്. നെക്സ്റ്റ് ബോർഡ് ഓഫ് ഡയറക്ടറുടെ കീഴില് CEO അല്ലെ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മെഡിക്കൽ സൂപ്രണ്ടന്റ്, മെഡിക്കൽ കെയർ ഹോസ്പിറ്റൽ അല്ലെ, മെഡിക്കൽ സൂപ്രണ്ടുമാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ സിഇഒന്റെയും മെഡിക്കൽ സൂപ്രണ്ടന്റിന്റെയും അടിയിൽ വരുന്നത് ക്വാളിറ്റി മാനേജർ. നമുക്കിപ്പോ ക്വാളിറ്റി മാനേജറിന്റെ കുറെ റെസ്പോൺസിബിലിറ്റീസ് പഠിച്ചില്ലേ? പഠിച്ചോ? അപ്പൊ നമ്മുടെ മെഡിക്കൽ സൂപ്രണ്ടന്റിന്റെയും സിഇഒയുടെയും അണ്ടറിലാണ് വരുന്നത് ക്വാളിറ്റി മാനേജർ. ക്വാളിറ്റി മാനേജറുടെ അണ്ടറിൽ ആര് വരുന്നുണ്ട്? അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ വരുന്നുണ്ട്. ഈ അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജറുടെ അണ്ടറിൽ 2 പേര് വരുന്നുണ്ട് കേട്ടോ.
ഫസ്റ്റ് വരുന്നത് ക്വാളിറ്റി എക്സിക്യൂട്ടീവ്. ക്വാളിറ്റി എക്സിക്യൂട്ടീവിന്റെ കീഴിലാണ് ക്വാളിറ്റി കോർഡിനേറ്റർ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ക്വാളിറ്റി അസിസ്റ്റന്റ്. മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇതിനങ്ങനെ ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടില്ല മിസ്. മനസ്സിലാക്കി വെക്കാട്ടോ. ബോർഡ് ചോദിക്കാം, ഹെഡ് ചോദിക്കാട്ടോ. നമ്മുടെ അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ ആണെങ്കിൽ 2 പേരാണ് വരുന്നത്. ഫസ്റ്റ് വൺ ക്വാളിറ്റി എക്സിക്യൂട്ടീവും പിന്നെ ഇപ്പുറം വരുന്നത് ആരാണ്? റെപ്രസെന്റേറ്റീവ് ഫ്രം ഓൾ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റലിലെ എല്ലാ ഏരിയാസിലെയും പ്രവർത്തനങ്ങളെ ക്വാളിറ്റി ഉള്ളതാവണ്ടേ, ഗുണനിലവാരമുള്ളതാവണം അല്ലെ, സ്റ്റാൻഡേർഡ് ഉള്ളതാവണം. അപ്പൊ നമുക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റുകളിലെ ഹെഡുകൾ ഉൾപ്പെടുത്തിയാലല്ലേ, റെപ്രസെന്റേറ്റീവ്സിനെ ഉൾപ്പെടുത്തിയാലല്ലേ അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഗൈഡൻസ് ഒക്കെ കൊടുക്കാൻ സാധിക്കുള്ളൂ. അവരായിരിക്കും അല്ലെ അവിടുത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. ആ ഒരു ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിൽ ആ ഒരു ഏരിയയില് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് അത് ആരായിരിക്കും? ആ റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കും അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് റെപ്രസെന്റേഷൻ ഫ്രം മെഡിക്കൽ ഓൾ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ്. നമുക്കറിയാം നമുക്ക് മെഡിക്കൽ ഏരിയാസിലുള്ള പ്രവർത്തനങ്ങൾ മാത്രം ക്വാളിറ്റി ഉള്ളതാക്കിയാൽ മതിയോ? ഹോസ്പിറ്റലിലെ പോരാ അല്ലെ, നോൺ മെഡിക്കൽ ഏരിയാസിലുള്ള പ്രവർത്തനം ക്വാളിറ്റി ഉള്ളതാക്കണം അല്ലെ. സാനിറ്റേഷൻ അല്ലെ, ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അല്ലെ, ഡയറ്ററിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അല്ലെ, അതൊക്കെ ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അപ്പൊ ആ ഇതിനു വേണ്ടിയിട്ട് റെപ്രസെന്റേറ്റീവ്സ് ഫ്രം ഓൾ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇപ്പുറം വരുന്നത് ക്വാളിറ്റി എക്സിക്യൂട്ടീവ്. ക്വാളിറ്റി എക്സിക്യൂട്ടീവിന്റെ കീഴിലെ ക്വാളിറ്റി കോർഡിനേറ്റർ, ക്വാളിറ്റി കോർഡിനേറ്ററുടെ കീഴിലെ ക്വാളിറ്റി അസിസ്റ്റന്റ്. ഓക്കെ അല്ലേ? ജസ്റ്റ് ആ ഡയഗ്രാം മനസ്സിലാക്കി വെക്കാട്ടോ. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. അക്രഡിറ്റേഷൻ അല്ലെ. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അംഗീകാരം. അംഗീകാരം എന്ന് പറഞ്ഞാൽ എന്താന്നൊക്കെ? അക്രഡിറ്റേഷൻ refers to public recognition. എന്താണ് അക്രഡിറ്റേഷൻ? ഒരു പൊതു അംഗീകാരത്തെ സൂചിപ്പിക്കുന്നു അല്ലെ. പബ്ലിക് റെക്കഗ്നിഷൻ, ഒരു പൊതു നമുക്കൊരു ഹോസ്പിറ്റലിൽ അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാല് പൊതുവെ എല്ലാവരും അംഗീകരിക്കല്ലേ ചെയ്യുന്നത്? ആ ഒരു ഹോസ്പിറ്റലിനെ അംഗീകരിക്കില്ലേ നമ്മ? അവിടുത്തെ എന്താണ് സ്റ്റാഫുകളെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും അല്ലെ, അക്രഡിറ്റഡ് എന്താണ് അക്രഡൻഷ്യൽ സ്റ്റാഫുകളായിരിക്കും അല്ലെ, ക്വാളിറ്റി ഉള്ള സർവീസുകളായിരിക്കും തരുന്നത് അല്ലെ, നല്ല സ്റ്റാൻഡേർഡ് ഉള്ള പ്രവർത്തനങ്ങളായിരിക്കും അല്ലെ. നമ്മൾ അംഗീകരിക്കുകയാണല്ലേ ചെയ്യുന്നത് ജനങ്ങള്, പബ്ലിക്. അതാണ് പറയുന്നത് അക്രഡിറ്റേഷൻ refers to public recognition. എന്താണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്? ഒരു പൊതു അംഗീകാരത്തെ സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് for a hospital to be accredited, it is done through an independent external evaluation of the organization level of performance in connection with the standards. എന്താണ് ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിക്കുക അല്ലെ, അംഗീകാരം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് ആ ഹോസ്പിറ്റലിന്റെ അവിടുത്തെ ആ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിന്റെ പ്രകടന നിലവാരത്തെ എന്ത് ചെയ്യും? വിലയിരുത്തും അല്ലെ. എക്സ്റ്റേണൽ ഇവാലുവേഷൻ നടത്തിയിട്ടല്ലേ കൊടുക്കുന്നത്? ബാഹ്യ വിലയിരുത്തൽ നടത്തിയിട്ടാണ് അവർക്ക് അംഗീകാരം കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെ, പെർഫോമൻസുമായി ബന്ധപ്പെടുത്തി ഒരു എക്സ്റ്റേണൽ ഇവാലുവേഷൻ, ഒരു ബാഹ്യ വിലയിരുത്തൽ നടത്തിയതിനു ശേഷമാണ് അവർക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? എന്താണ് ബാഹ്യ വിലയിരുത്തലിലൂടെ അവിടുത്തെ സ്റ്റാൻഡേർഡ് അല്ലെ നിലവാരവുമായി ബന്ധപ്പെട്ട് ഒരു വിലയിരുത്തൽ നടത്തിയതിന് ശേഷമാണ് അവർക്ക് അക്രഡിറ്റേഷൻ ലഭിക്കുന്നത്. നെക്സ്റ്റ് നോക്കി, അക്രഡിറ്റേഷൻ ഈസ് നോട്ട് കമ്പൽസറി. ഒരു ഹോസ്പിറ്റലിനും അക്രഡിറ്റേഷൻ ലഭിക്കണം എന്നുള്ളത് നിർബന്ധമല്ല. പക്ഷെ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് പല രീതിയിലുള്ള ബെനിഫിറ്റ്സുകൾ, ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. ഓക്കെ ആയാ? ഒരു ഹോസ്പിറ്റലിനും അക്രഡിറ്റേഷൻ ലഭിക്കണം. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ഹോസ്പിറ്റലിനും അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിന്, നിയറസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിന് ഇല്ല അല്ലെ. അപ്പൊ അക്രഡിറ്റേഷൻ ലഭിക്കണം എന്നുള്ളത് കമ്പൽസറി അല്ല. പക്ഷെ അക്രഡിറ്റേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ പല രീതിയിൽ എന്തുണ്ട്? ബെനഫിറ്റ്സുകളുണ്ട്. ഇപ്പൊ എന്താണ് മിസ് പറഞ്ഞില്ലേ, മെഡിക്കൽ ടൂറിസം എന്ന് പറഞ്ഞത് അതൊരു ബെനിഫിറ്റ്സ് ആണോ? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബെനിഫിറ്റ്സ് ആണോ? പിന്നെ എന്താണ്
നമുക്കറിയാം നമുക്ക് ഇൻഷുറൻസ് എല്ലാ ഹോസ്പിറ്റലിലും കിട്ടോ? എല്ലാ ഹോസ്പിറ്റലും ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ഈ അക്രഡിറ്റേഷൻ ലഭിച്ച ഹോസ്പിറ്റലില് ഈ ഇൻഷുറൻസ് കമ്പനിക്കാരില്ലേ, ആ ഇൻഷുറൻസ് കമ്പനിക്കാര് തിരഞ്ഞെടുക്കാൻ സെലക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതൊരു ബെനിഫിറ്റ്സ് അല്ലേ? അപ്പൊ ഒരു അക്രഡിറ്റേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എന്താണ് പല തരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ ഉണ്ട്. പക്ഷെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു നിർബന്ധിത, ഒരു കമ്പൽസറി ആയിട്ടുള്ള ഒരു പ്രവർത്തനമല്ല. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് ദെൻ ഓൺഗോയിങ് ഓർ കണ്ടിന്യൂസ് പ്രോസസ്. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൺഗോയിങ് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഇപ്പൊ നമുക്ക് ഈ വർഷം അക്രഡിറ്റേഷൻ ലഭിച്ചാല് പിന്നെ എന്താണ്, നമുക്ക് അക്രഡിറ്റേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. 4 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യണം? നമ്മ അത് അക്രഡിറ്റേഷൻ പുതുക്കണം, റിന്യൂ ചെയ്യണം എന്ന് പറയില്ലേ നമ്മ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മ പറയില്ലേ റിന്യൂ ചെയ്യാറില്ലേ, പുതുക്കും. അതിന്റെ ആ ഒരു കാലാവധി കഴിയുമ്പോ നമ്മ എന്ത് ചെയ്യും? വീണ്ടും റിന്യൂ ചെയ്യും അല്ലെ? അതേപോലെ ഈ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 4 വർഷമാണ്. അപ്പൊ എന്ത് ചെയ്യും? ആ 4 വർഷം കഴിയുമ്പോൾ അവർ വീണ്ടും പുതുക്കണം. അപ്പൊ എന്ത് വേണം? വീണ്ടും പുതുക്കണം. അല്ലെങ്കിൽ വീണ്ടും അവർക്ക് അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ ഈ സ്റ്റാൻഡേർഡുകളൊക്കെ അവിടെ നിലനിൽക്കണ്ടേ? അവര് പറയുന്ന ആ ഗുണനിലവാരങ്ങള്, അവര് പറയുന്ന സ്റ്റാൻഡേർഡുകൾ അവിടെ നിലനിർത്തണ്ടേ? അതുകൊണ്ട് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓൺഗോയിങ് പ്രോസസ് ആണ് അല്ലെ? തുടർന്നു കൊണ്ടിരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ക്ലിയർ ആയോ? അതിന്റെ പ്രവർത്തനങ്ങൾ അവരിങ്ങനെ എന്താണ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെക്ക് ചെയ്ത് അത് എന്ത് ചെയ്യണം? ഇങ്ങനെ തുടർച്ചയായി അവര് ഹോസ്പിറ്റലിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ ആയോ? അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ എന്താണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഓൺഗോയിങ് പ്രോസസ് എന്ന് പറയുന്നത്, തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ പറഞ്ഞു അല്ലെ? ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിക്കുന്നത് കൊണ്ട് ഹോസ്പിറ്റലുകാർക്ക് മാത്രമാണോ ബെനിഫിറ്റ്സ് ഉള്ളത്? ആണോ? അല്ല അല്ലെ? ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടുന്നത് ആർക്കാ? ഒരു ഹോസ്പിറ്റലിന് പേഷ്യൻസിന് ഉണ്ട് അല്ലെ? ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടുന്നത് ആരാ? ഹോസ്പിറ്റലുകാർക്കാണോ? ആർക്കാണ്? നമുക്കല്ലേ? പേഷ്യൻസിനല്ലേ? അവിടെ ചെല്ലുന്ന പേഷ്യൻസിനല്ലേ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ്? അപ്പൊ നോക്കിയേ, ഫസ്റ്റ് പറയുന്നത് ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ for standardization, ISO, International Organization for Standardization. അപ്പൊ നോക്കിയാ ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണുള്ളത്? പേഷ്യൻസ് ആർ ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറീസ് അല്ലെ? ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ. ഈ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് പേഷ്യൻസിനാണ്. അക്രഡിറ്റേഷൻ ഫോഴ്സ് ഹൈ ക്വാളിറ്റി ഓഫ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. അക്രഡിറ്റേഷൻ എന്താണ്? എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്, നയിക്കുന്നത്? ഹൈ ക്വാളിറ്റി ഓഫ് കെയർ അല്ലെ? ഉയർന്ന ഗുണനിലവാരമുള്ള പരിചരണവും പേഷ്യന്റിന്റെ സുരക്ഷയ്ക്കും കാരണമാകുന്നു അല്ലെ? മിസ് പറഞ്ഞില്ലേ? അവര് ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് അല്ലെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അപ്പൊ എന്താ? ഉയർന്ന ഗുണനിലവാരമുള്ള പരിചരണത്തിനും പേഷ്യൻസിന്റെ സേഫ്റ്റിയിലെ സുരക്ഷിതത്വത്തിനും കാരണമാകുന്നു. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ അക്രഡിറ്റേഷൻ ലഭിച്ചെന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ എന്താണ്? ക്വാളിറ്റി ഉള്ള പരിചരണമായിരിക്കും അല്ലെ? അപ്പൊ അവിടുത്തെ പരിചരണം കൊണ്ട് പേഷ്യൻസിന് എന്തെങ്കിലും ഡിഫക്റ്റുകൾ, എന്തെങ്കിലും പ്രോബ്ലംസ് സംഭവിക്കോ? ബുദ്ധിമുട്ടുകൾ വരോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ്? പേഷ്യന്റിന്റെ സുരക്ഷിതത്വത്തിന് കാരണമാകുന്നില്ലേ അക്രഡിറ്റേഷൻ? പേഷ്യൻസിന്റെ സുരക്ഷിതത്വത്തിനും കാരണമാകുന്നുണ്ട് അല്ലെ? നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, ദ പേഷ്യൻസ് ആർ സർവീസ്ഡ് ബൈ ക്രെഡൻഷ്യൽഡ് മെഡിക്കൽ സ്റ്റാഫ് അല്ലെ? എന്താണ്? നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ അക്രഡിറ്റേഷൻ ലഭിക്കണം, ഒരു അംഗീകാരം ലഭിക്കണമെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളെ മാത്രം വിലയിരുത്തിയാൽ മതിയോ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, അവിടുത്തെ ഫെസിലിറ്റീസ് മാത്രം വിലയിരുത്തിയാൽ മതിയോ?
അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ കൂടി വിലയിരുത്തണ്ടേ? അവർ യോഗ്യതയുള്ളവരാണോ അല്ലെ? ക്വാളിഫൈഡ് ആണോ അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ വിലയിരുത്തും. അപ്പൊ എന്താണ് ഈ ഒരു ദ പേഷ്യൻസ് ആർ സർവീസ്ഡ് ബൈ ക്രെഡൻഷ്യൽ സ്റ്റാഫുകളെ അക്രഡിറ്റേഷൻ ലഭിച്ചാല് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എങ്ങനെയായിരിക്കും? യോഗ്യതയുള്ളവരായിരിക്കും അല്ലെ? ക്രെഡൻഷ്യൽഡ് സ്റ്റാഫ് ആയിരിക്കുമല്ലോ. അപ്പൊ പേഷ്യൻസിന് വേണ്ട പരിചരണം, സർവീസ് അല്ലെ, സേവനങ്ങൾ നൽകുന്നത് യോഗ്യതയുള്ള അല്ലെ ക്രെഡൻഷ്യൽഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളായിരിക്കും. ഓക്കെയാണോ? ഇപ്പൊ നമുക്കറിയാം ഈ അക്രഡിറ്റേഷനിൽ അവർ ഒരുപാട് കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഹോസ്പിറ്റൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ HRM-ൽ അവർ എന്തൊക്കെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, അനസ്തീഷ്യയിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പൊ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും കേട്ടോ. HRM-ൽ നോക്കുന്നുണ്ട്, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ നോക്കുന്നുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഒരു അംഗീകാരം. ഒരു ഹോസ്പിറ്റലിലെ A to Z കാര്യങ്ങളും നോക്കിയിട്ടാണ് അവര് അംഗീകാരം കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? പേഷ്യൻസിന് സർവീസുകൾ കൊടുക്കുന്നത് ക്രെഡൻഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളായിരിക്കും. നെക്സ്റ്റ് എന്താണ്? റൈറ്റ്സ് ഓഫ് പേഷ്യന്റ് ആർ എസ്റ്റീംഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് അല്ലെ? പേഷ്യൻസിന്റെ അവകാശങ്ങൾ എസ്റ്റീം ചെയ്യുകയും ബഹുമാനിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ക്ലിയർ? ഓക്കെ അല്ലേ? ശരിയല്ലേ? ഒരു പേഷ്യന്റിന്റെ റൈറ്റ്സ് എന്താണ്? ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോ ഒരു പേഷ്യന്റിന്റെ അവകാശം എന്താണ്? നിങ്ങളുടെ അവകാശം എന്താണ്? നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഗുഡ് ട്രീറ്റ്മെന്റ് കിട്ടുക അല്ലെ? ബെറ്റർ ട്രീറ്റ്മെന്റ്, നല്ല ഡോക്ടേഴ്സിന്റെ സേവനം ലഭിക്കുക അല്ലെ? പ്രൊട്ടക്ഷൻ, നിങ്ങളുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുക അല്ലെ? അല്ലെ? പേഷ്യന്റിന്റെ സേഫ്റ്റി. അപ്പൊ ഈ അക്രഡിറ്റേഷൻ ലഭിച്ച ഹോസ്പിറ്റൽ അതെന്തായാലും നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നില്ലേ? പേഷ്യൻസിന്റെ റൈറ്റ്സ്, അവകാശങ്ങള്. അപ്പൊ പേഷ്യൻസിന്റെ അവകാശങ്ങള് ബഹുമാനിക്കപ്പെടുകയും അത് പ്രൊട്ടക്ട് ചെയ്യുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഓക്കെയാണോ? കൂടാതെ എന്താണ് നെക്സ്റ്റ് വരുന്നത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ഫ്രീക്വന്റ്ലി ഇവാലുവേറ്റഡ്. മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിംഗിൽ പഠിച്ചു അല്ലെ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ്? ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ് അല്ലെ? അല്ലെ? ഫ്രീക്വന്റ്ലി ആയിട്ട് അല്ലെ? ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിൽ നിന്ന് ഫ്രീക്വന്റ്ലി ആയിട്ട് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നില്ലേ? വിലയിരുത്തുന്നില്ലേ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ഫ്രീക്വന്റ്ലി ഇവാലുവേറ്റഡ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആയിരിക്കും? Accreditation to a healthcare organization invigorates continuous improvement അല്ലെ? എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ തുടർച്ചയായിട്ടുള്ള ഇംപ്രൂവ്മെന്റിനെ ഉത്തേജിപ്പിക്കുന്നു അല്ലെ? ഇൻവിഗറേറ്റ്സ്, ഉത്തേജിപ്പിക്കുന്നു. നമ്മ പറഞ്ഞു കണ്ടിന്യൂസ് അക്രഡിറ്റേഷൻ പ്രോസസ് എങ്ങനെയാണ്? കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ? ഓൺഗോയിങ് പ്രോസസ് ആണ്. അതിനൊരു സ്റ്റോപ്പ് ഉണ്ടോ? നിർത്തലുണ്ടോ? ഇല്ല, തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ ഹോസ്പിറ്റലിന്റെ ഇംപ്രൂവ്മെന്റ് എങ്ങനെയായിരിക്കും? തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഇംപ്രൂവ്മെന്റ് ഫെസിലിറ്റീസില്, സർവീസുകളില്, സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടൊക്കെ അല്ലെ? അപ്പൊ അക്രഡിറ്റേഷൻ എന്താണ്? ആ ഹോസ്പിറ്റലിന്റെ ഇംപ്രൂവ്മെന്റിനെ അല്ലെ, പുരോഗതിയെ ഉത്തേജിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ക്ലിയർ ആയോ? ഇപ്പോ കഴിഞ്ഞ ദിവസം എക്സാമ്പിൾ പറഞ്ഞില്ലേ? നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്നത് മോക്ക് ടെസ്റ്റ്. മോക്ക് ടെസ്റ്റ് എങ്ങനെയാണ്? നിങ്ങളെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വിലയിരുത്താണ് അല്ലെ? ആണോ? അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇംപ്രൂവ്മെന്റ് വരുത്തിക്കൂടെ? നിങ്ങൾക്ക് എവിടെയാണോ വീക്ക്നെസ് അല്ലെ? വീക്ക്നെസ് അല്ലെ? അത് മനസ്സിലാക്കി ഏത് ഭാഗമാണോ നമ്മൾ പഠിക്കാത്തത് അല്ലെ? ആ ഒരു ഭാഗം നമുക്ക് തന്നെ കണ്ടെത്തി നമുക്ക് തന്നെ ഇംപ്രൂവ് ചെയ്തൂടെ? അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഈ കോഴ്സ് തീരുന്നത് വരെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാലോ. ആ ഒരു കോഴ്സ് തീരുന്നത് വരെ ഇതൊരു കണ്ടിന്യൂസ് ആണ് അല്ലെ? ഡേ ബൈ ഡേ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ?
അപ്പൊ ഈ ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ആ ഹോസ്പിറ്റലിലെ അക്രഡിറ്റേഷൻ പ്രോസസ്സ് എത്ര നാളെ നിലനിർത്തുന്നുണ്ടോ ആ ഒരു സർട്ടിഫിക്കേഷൻ അവർ എത്ര നാളെ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ അത്രയും നാളെ എന്ത് ചെയ്യണം ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഇംപ്രൂവ്മെന്റ് ഈ ഒരു ചേഞ്ചസ് ക്വാളിറ്റിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കണം അല്ലെ. അപ്പൊ അതെന്താണ് ഹോസ്പിറ്റലിന്റെ പുരോഗതിയല്ലേ ബാധിക്കുന്നത്, പുരോഗതി വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ. ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റല് ഈ 1-2 വർഷം മുമ്പ് അല്ലെങ്കിൽ 3 വർഷം മുമ്പ് നമ്മൾ കണ്ട സർവീസുകള് ട്രീറ്റ്മെന്റുകളൊക്കെ തന്നെയാണോ ഇപ്പോൾ നിലവിലുള്ളത്, ഈ ഒരു വർഷം നിലവിലുള്ളത് ആണോ? അല്ല അല്ലെ, ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഒരുപാട് പുരോഗതികൾ അല്ലെ, ഒരുപാട് ഡെവലപ്മെന്റുകൾ വന്നിട്ടുണ്ട് അല്ലെ. അതനുസരിച്ച് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരണ്ടേ, ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസില് ക്വാളിറ്റിയില് അല്ലെ സ്റ്റാൻഡേർഡില്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവര് കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യണ്ടേ, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് കണ്ടിന്യൂസ് ആയിട്ട് ഇവര് വിലയിരുത്തണ്ടേ. ഓക്കെ ആയോ? അത് ഓർഗനൈസേഷന്റെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള പുരോഗതിയെ ഉത്തേജിപ്പിക്കുന്നു അല്ലെ നമ്മുടെ ഈ എന്താണ് അക്രഡിറ്റേഷൻ പ്രോസസ്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ലെറ്റ്സ് ദ ഓർഗനൈസേഷൻ ഡെമോൺസ്ട്രേറ്റ് commitment to quality care and patient safety, thereby guarantee best clinical outcomes അല്ലെ. ഗുണനിലവാരമുള്ള പരിചരണം നമ്മ പറഞ്ഞു, അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവര് കൊടുക്കുന്നത് എങ്ങനെയാണ്, ഗുണനിലവാരമുള്ള പരിചരണമാണ് അല്ലെ. പിന്നെന്താണ് പേഷ്യൻസിന്റെ സേഫ്റ്റിയിലെ സുരക്ഷിതത്വവും ഓർഗനൈസേഷൻ ഉറപ്പ് നൽകുന്നതിലൂടെ പേഷ്യൻസിന് എങ്ങനെയുള്ള ഔട്ട്കംസ് ലഭിക്കുന്നു, ബെറ്റർ ആയിട്ടുള്ള അല്ലെ ബെസ്റ്റ് ആയിട്ടുള്ള ഔട്ട്കം അവർക്ക് ഗ്യാരണ്ടി ചെയ്യുന്നു, ഉറപ്പ് നൽകുന്നു. ക്ലിയർ ആയോ? ഹോസ്പിറ്റലില് അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ, അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ അവർക്ക് ക്വാളിറ്റി വേണം. അപ്പൊ ആ ക്വാളിറ്റി ഉള്ള സർവീസും പിന്നെ എന്താണ് പേഷ്യൻസിന്റെ സേഫ്റ്റിയും ഉറപ്പ് നൽകുന്നതിലൂടെ പേഷ്യൻസിന്റെ ഔട്ട്കം എങ്ങനെയാക്കുന്നു, ബെറ്റർ ആക്കുന്നു അല്ലെ. ബെസ്റ്റ് ഔട്ട്കം അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായി സാധിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് റൈസസ് കമ്മ്യൂണിറ്റി കോൺഫിഡൻസ് ഇൻ ദ സർവീസ് ഗിവൺ ബൈ ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആസ് സർവീസസ് പ്രൊവൈഡഡ് ബൈ ക്രെഡൻഷ്യൽഡ് മെഡിക്കൽ സ്റ്റാഫ് അല്ലെ. നമ്മ പറഞ്ഞു എന്താണ് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എങ്ങനെയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു, ക്രെഡൻഷ്യൽഡ് സ്റ്റാഫുകളായിരിക്കും അല്ലെ, യോഗ്യതരായിട്ടുള്ള അല്ലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും. അപ്പൊ അതുവഴി ആർക്ക് എന്താണ് നമ്മുടെ കമ്മ്യൂണിറ്റിയില് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരികയാണോ ചെയ്യുന്നത്, പേഷ്യൻസിന് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട് അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാല് നമുക്ക് ഗുണനിലവാരമുള്ള പരിചരണം കിട്ടുന്നത് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടില്ലേ, അങ്ങനെയല്ലേ. അതാണ് അതിൽ പറയുന്നത്. എന്താണ് ഒരു ഹോസ്പിറ്റലില് അക്രഡിറ്റേഷൻ കിട്ടും നമ്മൾ പറഞ്ഞു അല്ലെ, സ്റ്റാഫുകളുടെ എന്താണ് ക്വാളിഫിക്കേഷൻ അല്ലെ അതൊക്കെ ചെക്ക് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ യോഗ്യതരായിട്ടുള്ള ആരൊക്കെയാണോ യോഗ്യരായിട്ടുള്ളത് നമ്മുടെ പേഷ്യൻസിന് സർവീസുകൾ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ കെയർസ് കൊടുക്കാനായിട്ട് ആരൊക്കെയാണോ യോഗ്യരായിട്ടുള്ളവര് അവരെ മാത്രമാണ് ഹോസ്പിറ്റലില് നിർത്തുള്ളൂ. അപ്പൊ എന്താണ് അവിടെ വരുന്ന പേഷ്യൻസിന് ഒരു കോൺഫിഡൻസ് ലഭിക്കല്ലേ, ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന അല്ലെ അക്രഡിറ്റേഷൻ ലഭിച്ച ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എങ്ങനെയുള്ളവരായിരിക്കും, യോഗ്യരായവരായിരിക്കും അല്ലെ, ക്വാളിഫൈഡ് ആയിട്ടുള്ളവരായിരിക്കും എന്ന് പേഷ്യൻസിനും കമ്മ്യൂണിറ്റിയിലും ഒരു കോൺഫിഡൻസ് ലഭിക്കുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ് it also provide an opportunity to the healthcare unit to benchmark with the best. ഹോസ്പിറ്റലുകാർക്ക് ഒരു ബെഞ്ച് മാർക്ക് കിട്ടാണ് അല്ലെ, അവർ ബെസ്റ്റ് ആണ് അല്ലെ, അവര് നമ്മുടെ ചുറ്റുപാടില് നല്ല ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നതിനുള്ള ഒരു ബെഞ്ച് മാർക്ക് അവർക്ക് കിട്ടാണോ അക്രഡിറ്റേഷൻ കൊണ്ട് അല്ലെ.
നമുക്ക് ISOന്റെ അംഗീകാരമൊക്കെ കിട്ടിയെന്ന് പറയാറില്ലേ? അത് അവർക്കൊരു സർട്ടിഫിക്കേഷൻ പോലെയാണ് അല്ലെ? അവര് ബെസ്റ്റ് ആണ് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു അടയാളമല്ലേ അത്, സിമ്പിൾ അല്ലേ അത്? അപ്പൊ ഹോസ്പിറ്റലുകാർക്ക് അവര് ബെസ്റ്റ് ആണ് അല്ലെ, അവര് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ ബെസ്റ്റ് ആണ്, അല്ലെങ്കിൽ അവര് കൊടുക്കുന്ന പരിചരണങ്ങള് ക്വാളിറ്റി ഉള്ളതാണ് എന്ന് സൂചിപ്പിക്കുന്നതിനുള്ള ഒരു സിമ്പിൾ, ഒരു ബെഞ്ച് മാർക്കാണ് ഈ അക്രഡിറ്റേഷൻ. ക്ലിയർ ആയത്? Okay. Next, the accreditation status also provides a marketing advantage in competitive health care. നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ അതൊരു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കേട്ടോ, പണ്ടത്തെ ഇതല്ല പറയുന്നത് മിസ്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മത്സരാധിഷ്ഠിത പ്രവർത്തനമാണ് അല്ലെ? അല്ലെ അല്ലെ പ്രോഫിറ്റ് മാത്രം മുൻനിർത്തി അല്ലെ? ഒരു മത്സരാധിഷ്ഠിത പ്രവർത്തനമല്ലേ? ആ ഹോസ്പിറ്റലിലേക്ക് ആൾക്കാർ വരണം അല്ലെ? അവര് ബെറ്റർ ആണ്. അപ്പൊ എന്താണ് ഈ കോമ്പറ്റേറ്റീവ് ഹെൽത്ത് കെയറിൽ അവർക്കുള്ള ഒരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് അല്ലെ? വിപണന തന്ത്രം കൂടിയല്ലേ അവർക്ക് അക്രഡിറ്റേഷൻ ലഭിക്കുക എന്നുള്ളത്. മറ്റുള്ള ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് അപ്പൊ എങ്ങോട്ട് ചെല്ലും ആളുകള്? അക്രഡിറ്റേഷൻ ലഭിച്ച ഹോസ്പിറ്റലിലേക്ക് പോകും അല്ലേ? അങ്ങനെയല്ലേ ചെയ്യുന്നത്? അപ്പൊ എന്താ, ഇപ്പൊ നമ്മുടെ ലൊക്കാലിറ്റി തന്നെ അറിയാം ഒരുപാട് ഹോസ്പിറ്റൽ ഉണ്ട്. പക്ഷെ എങ്ങോട്ട് ചെല്ലും? ആ അക്രഡിറ്റേഷൻ ലഭിച്ച ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസ് ചെല്ലും. എന്താണ്? അവിടെയുള്ള ട്രീറ്റ്മെന്റുകൾ ബെറ്റർ ആണ് അല്ലെ, ക്വാളിറ്റി ഉള്ളതാണ്, സ്റ്റാൻഡേർഡ് ഉള്ളതാണെന്ന് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട് അല്ലെ, അവർക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ എങ്ങോട്ട് ചെല്ലും? ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. ക്ലിയർ ആയത്? അവർക്കൊരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് കൂടിയാണ് നമ്മുടെ അക്രഡിറ്റേഷൻ ലഭിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, HCO എന്ന് പറഞ്ഞാല് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ കേട്ടോ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡ്സ് ഹാവ് ബീൻ സർട്ടിഫൈഡ് ബൈ ISQUA provides ISQUA provides an international recognition which will also help to encourage medical tourism. നേരത്തെ പറഞ്ഞു മെഡിക്കൽ ടൂറിസം അല്ലെ? ISQUA എന്ന് പറഞ്ഞാല് ISQU എന്ന് പറഞ്ഞ QUA ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഹെൽത്ത് കെയർ. അപ്പൊ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയായിരിക്കും? ISQUA പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെ ഇന്റർനാഷണൽ ലെവലില് എന്താണ് അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് അല്ലെ, റെക്കഗ്നിഷൻ ആണ്. അപ്പൊ ഇതിൽ നിന്നുണ്ട് വിച്ച് വിൽ ഓൾസോ ഹെൽപ്പ് ടു എൻകറേജ് മെഡിക്കൽ ടൂറിസം. മെഡിക്കൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, എൻകറേജ് ചെയ്യുന്നു. നമുക്കറിയാം ISQUA മിസ് നേരത്തെ പറഞ്ഞു ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ ISQUA സർട്ടിഫിക്കേഷൻ ലഭിക്കുക അല്ലെങ്കിൽ JCAയുടെ സർട്ടിഫിക്കേഷൻ ലഭിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ഇന്റർനാഷണൽ ലെവലിലാണ് അക്രഡിറ്റേഷൻ ലഭിക്കുന്നത്, വേൾഡ് വൈഡ് ആണ്. NAB പക്ഷെ എങ്ങനെയാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്? നാഷണൽ ലെവലിലാണ്. ക്ലിയർ ആയോ? അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? NAB ഹോസ്പിറ്റലുകാർക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് നാഷണൽ ലെവലിലാണ്. ഇന്ത്യക്കകത്ത് മാത്രമാണ് ഹോസ്പിറ്റലുകാർക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. പക്ഷെ JCI അല്ലെങ്കിൽ ISQUA എന്ന് പറഞ്ഞാൽ എന്താ? ISQUA ഉണ്ട് കേട്ടോ, UA സ്മോൾ ലെറ്ററിൽ കേട്ടോ. ISQUA ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. അപ്പൊ നമുക്ക് എന്താണ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലെ ഇന്റർനാഷണൽ ലെവലില് അംഗീകാരം ലഭിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു മെഡിക്കൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കല്ലേ ചെയ്യുന്നത്. അഹല്യ ഹോസ്പിറ്റൽ കേട്ടിട്ടുണ്ടോ? പാലക്കാട് അഹല്യ ഹോസ്പിറ്റല് കേട്ടിട്ടുണ്ടോ? അതൊക്കെ നമുക്ക് എന്താണ് JCAയുടെ അക്രഡിറ്റേഷൻ ലഭിച്ചതാണ്. പാലക്കാടുള്ള അഹല്യ ഹോസ്പിറ്റലൊക്കെ എന്താണ് നമുക്ക്
ഈ ഹോസ്പിറ്റൽ നമുക്ക് JCIയുടെ അക്രഡിറ്റേഷൻ ലഭിച്ചത് ഇന്റർനാഷണൽ ലെവലിലാണ്. അപ്പൊ അവിടെ ആര് വരുന്നുണ്ട്? ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അല്ലെ? ആസ്റ്റർ മെഡിസിറ്റിയിൽ വരുന്നുണ്ട്, കണ്ടിട്ടുണ്ടോ? ആസ്റ്റർ മെഡിസിറ്റിയിലെ ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ കണ്ടിട്ടുണ്ടോ? ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ അതൊക്കെ എന്താണ്? നമുക്ക് ഇന്റർനാഷണൽ ലെവലിൽ അക്രഡിറ്റേഷൻ ലഭിച്ച ഹോസ്പിറ്റലാണ്. ഈ ക്രാഫ്റ്റ് ഹോസ്പിറ്റലൊക്കെ ഫോറിൻ കൺട്രീസിലുള്ള ആളുകളെ ട്രീറ്റ്മെന്റിന് വരുന്നത് കണ്ടിട്ടുണ്ടോ? അതിന്റെ വീടിന്റെ അടുത്തുണ്ടോ? അപ്പൊ അതെന്താ? അതൊരു മെഡിക്കൽ ടൂറിസം ആണ് അല്ലെ? അപ്പൊ എന്താണ്? നമ്മൾ മെഡിക്കൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയത്? നെക്സ്റ്റ് പറയുന്നത്, ഇൻ ദ എൻഡ് accreditation provides an objective system of empanelment by insurance and other third parties. ഇപ്പൊ മിസ് നേരത്തെ പറഞ്ഞു എന്താണ്? ഇൻഷുറൻസ് കമ്പനിക്കാര് ആ ഹോസ്പിറ്റലിനെ തിരഞ്ഞെടുക്കല്ലേ? അപ്പൊ അതാണ് ഇതിൽ പറയുന്നത് എന്താണ്? ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ്സും ഇൻഷുറൻസ് കമ്പനിക്കാരും ഈ ഹോസ്പിറ്റലിനെ, നമ്മുടെ ഓർഗനൈസേഷനെ ചൂസ് ചെയ്യാനുള്ള എന്താണ്, അവർക്ക് എലിജിബിൾ ആവാൻ, യോഗ്യതരാവാനുള്ള ഈ കാരണം ഈ അക്രഡിറ്റേഷൻ ആണ് അല്ലെ? ഈ അംഗീകാരം സൂചിപ്പിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? നമുക്കറിയാം എല്ലാ ഹോസ്പിറ്റലും ഇൻഷുറൻസ് കവറേജ് ഉണ്ടോ? ഇൻഷുറൻസ് കവറേജ് ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ്? ഈ ഇൻഷുറൻസ് കമ്പനിക്കാര് അല്ലെങ്കിൽ ഗവൺമെന്റ്സ് കൊടുക്കുന്ന കുറച്ച് ഇൻഷുറൻസുകൾ ഉണ്ട് അല്ലെ? ഗവൺമെന്റ് സെക്ഷനിൽ കൊടുക്കുന്ന കുറച്ച് ഇൻഷുറൻസുകളല്ലേ? അപ്പൊ ആ ഗവൺമെന്റ്സ് നമ്മുടെ ഈ ഹോസ്പിറ്റലിനെ എന്താണ്, ഇൻഷുറൻസിന് വേണ്ടി സെലക്ട് ചെയ്യാനുള്ള, എലിജിബിൾ ആക്കാനുള്ള ഒരു കാരണം ഈ അക്രഡിറ്റേഷൻ കാരണമാകുന്നുണ്ട്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, benefits for staff. ഇപ്പൊ നമ്മ ആർക്കൊക്കെ പറഞ്ഞു? ഫസ്റ്റ് പറഞ്ഞ പേഷ്യൻസിന്റെ ബെനിഫിറ്റ്സ് പറഞ്ഞു അല്ലെ? രണ്ടാമത് ഓർഗനൈസേഷന്റെ ബെനിഫിറ്റ്സ് പറഞ്ഞു. മൂന്നാമത് പറയുന്നത് ആദ്യമാണ് സ്റ്റാഫുകൾക്ക് ഈ അക്രഡിറ്റേഷൻ കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്. The staff in an accredited hospital is contented alone since it provides for continuous learning, good working environment and leadership. നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് എന്താണ്? അവരുടെ പെർഫോമൻസ് ബെറ്റർ ആക്കണം അല്ലെ? ക്വാളിറ്റി ഉള്ളതാക്കണം വേണ്ടേ? വേണം. അപ്പൊ അവർക്ക് എന്ത് കൊടുക്കണം? നമുക്ക് അവരുടെ എബിലിറ്റീസ് അല്ലെങ്കിൽ സ്കില്ലുകളൊക്കെ നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും? ട്രെയിനിങ് കൊടുത്ത് നമുക്ക് വർദ്ധിപ്പിക്കാമോ? ട്രെയിനിങ്ങുകൾ കൊടുത്ത്, ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ കൊടുക്കാം അല്ലെ? അപ്പൊ എന്താണ്? സ്റ്റാഫുകൾക്ക് എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ്, അതായത് ട്രെയിനിങ്ങുകൾ കൊടുത്ത്, പിന്നെ അവർക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്, അവർക്ക് ആവശ്യമായിട്ടുള്ള ലീഡർഷിപ്പ് ഒക്കെ കൊടുത്ത് അവരുടെ സംതൃപ്തിയിലെ സ്റ്റാഫുകളുടെ തൃപ്തി വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? സ്റ്റാഫുകൾക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കുക, അവർക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലെ? ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെ, ഹാപ്പി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണ്ടേ സ്റ്റാഫുകൾക്ക് വർക്ക് ചെയ്യാൻ? ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഒരു ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് അല്ലെ? സ്ട്രെസ്ഫുൾ എൻവയോൺമെന്റ് അല്ലേ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോ? എവിടെയാണെങ്കിലും ഹോസ്പിറ്റലിൽ കൂടുതൽ അല്ലേ? അപ്പൊ എന്താണ്? അവർക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള, അവർക്ക് സന്തോഷത്തോടെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും? അവരവരുടെ 100% എഫേർട്ട് എടുത്തായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലേ? ആണോ? നിങ്ങളാണെങ്കിലും അങ്ങനെയല്ലേ? നിങ്ങൾക്ക് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ എഫേർട്ട് പരമാവധി മാക്സിമം നിങ്ങളുടെ എഫേർട്ട് എടുത്ത് നിങ്ങൾ ജോലി ചെയ്യോ? അപ്പൊ എന്താണ്? ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി തൃപ്തി വരില്ലേ? നല്ലൊരു എൻവയോൺമെന്റ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മോളിൽ നിന്ന് നിങ്ങളുടെ ഹെഡ്, നിങ്ങൾ ഒരുപാട് സ്ട്രെസ് ചെയ്യാണ്, ഒരുപാട് വർക്ക് ലോഡ് തരാണ്,
നിങ്ങൾ ഒരുപാട് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആവോ? നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവോ? ഇല്ല അല്ലെ? നമുക്ക് എന്താണ് ഗുഡ് പെർഫോമൻസ് കൊടുക്കാൻ പറ്റില്ല അല്ലെ? നമ്മ എന്ത് ചെയ്യും? കൂടുതൽ മൈൻഡ് നമ്മുടെ എങ്ങനെയായിരിക്കും? സ്ട്രെസ് ആയിരിക്കും അല്ലെ? സ്ട്രെസ്ഫുൾ മൈൻഡ് ആയിരിക്കും. നമുക്ക് ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ? ആണോ? അങ്ങനെയല്ലേ? കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ? പക്ഷെ എന്താണ്, നമുക്ക് ക്വാളിറ്റിയുള്ള അക്രഡിറ്റേഷൻ ലഭിച്ച ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്ത് കിട്ടും? അവിടെ നമുക്ക് എന്താണ് ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് കിട്ടും. കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ എബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ സ്കിൽസുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള കണ്ടിന്യൂസ് ലേണിംഗ് കിട്ടും. കൂടാതെ നമുക്ക് നല്ല രീതിയിലുള്ള ലീഡർഷിപ്പ് നേതൃത്വം കിട്ടുന്നത് വഴി എന്താണ് ആ പേഷ്യൻസിന്റെ തൃപ്തി വർദ്ധിപ്പിക്കാൻ, പേഷ്യൻസിന്റെ എല്ലാം അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ എന്താണ് കണ്ടന്റ് അല്ലെ, എന്താണ് തൃപ്തി വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ് കേപ്പബിലിറ്റീസ്. ഇപ്പൊ പറഞ്ഞ പോയിന്റ്സ് ഉണ്ട് ഒന്നുകൂടി പറഞ്ഞേക്കുന്ന വേറൊരു രീതിയിൽ അല്ലെ. നോക്കിയേ, കേപ്പബിലിറ്റീസ് ആൻഡ് സ്കിൽസ് ഓഫ് സ്റ്റാഫ് ഓൾസോ ഗെറ്റ് എൻഹാൻസ്ഡ് ഇൻ എൻ അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ. ഇപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ് കിട്ടാണ് അല്ലെ, ട്രെയിനിങ് കിട്ടാണ്. അപ്പൊ പൊതുവെ എന്ത് ചെയ്യും? ജനറലി എന്ത് ചെയ്യും? അവരുടെ സ്കില്ലുകളും കഴിവുകളും കേപ്പബിലിറ്റീസും വർദ്ധിക്കോ? വൈദഗ്ധ്യവും വർദ്ധിക്കുന്നു. ഓക്കെ അല്ലേ? അതാ നേരത്തെ പറഞ്ഞത് തന്നെ ഒന്നുകൂടെ. നെക്സ്റ്റ്, ഇറ്റ് എൻഹാൻസസ് കോംപ്രഹെൻസീവ് professional development, knowledge and skill in a systematic ways with the defined ownership and accountability of all the staff that include medical and പാരാമെഡിക്കൽ സ്റ്റാഫ്. എന്താണ് നമ്മുടെ മെഡിക്കൽ പാരാമെഡിക്കൽ സ്റ്റാഫ് അല്ലെ? നമുക്കറിയാം ഹോസ്പിറ്റലിൽ അല്ലെ രണ്ട് രീതിയിലുള്ള അല്ലെ, നോൺ മെഡിക്കൽ സ്റ്റാഫുകളുണ്ട്, മെഡിക്കൽ സ്റ്റാഫുകളുണ്ട്, പാരാമെഡിക്കൽ സ്റ്റാഫുകളുണ്ട് അല്ലെ. പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ആരൊക്കെയാണ്? ലാബ് ടെക്നീഷ്യൻസ്, തെറാപ്പിസ്റ്റ് അല്ലെ, ന്യൂട്രീഷ്യനിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, അവരൊക്കെ പാരാമെഡിക്കൽ സ്റ്റാഫുകളാണ് അല്ലെ. അപ്പൊ പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെയും മെഡിക്കൽ സ്റ്റാഫുകളുടെയും എന്താണ് അവർക്ക് പറഞ്ഞിരിക്കുന്ന അല്ലെ, അവർക്ക് കൊടുക്കുന്ന കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവുമല്ലോ. ഈ ഓരോ സ്റ്റാഫുകൾക്കും പറയുന്ന കുറച്ച് റെസ്പോൺസിബിലിറ്റി നമ്മ കഴിഞ്ഞ ക്ലാസ്സിലല്ല ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾ പഠിച്ചു അല്ലെ. ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റീസ് പഠിച്ചു. അപ്പൊ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, അവരുടെ ഉത്തരവാദിത്തങ്ങളും ഉപയോഗിച്ച് അവർക്ക് അത് യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് എങ്ങനെയുള്ള ഒരു എന്താണ് അവരുടെ സമഗ്രമായ വികസനം, അവരുടെ അറിവ് അതെന്താണ് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, അവരുടെ നോളജ്, അവരുടെ സ്കില്ലുകളൊക്കെ എന്താണ് സിസ്റ്റമാറ്റിക് ബേസിൽ അവർക്ക് ഇംപ്രൂവ് ചെയ്യാനായി സാധിക്കുന്നു. ഇപ്പൊ നമ്മ പറഞ്ഞ പോലെ അവർക്ക് എന്താണ് ട്രെയിനിങ്ങുകൾ ലഭിക്കും അല്ലെ, ഓറിയന്റേഷൻ ലഭിക്കും അല്ലെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ലഭിക്കും. അതുവഴി അവരുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് നടത്തുന്നുണ്ടോ അല്ലേ? അവരെ പ്രൊഫഷണൽ ഇപ്പൊ നമ്മ പറയാറില്ലേ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയാൽ അത് നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്ന പറയാറുണ്ടോ? കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അവർക്ക് എന്താണ് ഒരുപാട് പേഷ്യൻസിനെ കണ്ട് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അവർക്ക് തന്നെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് വന്നേക്കുന്നതാണോ അല്ലേ? എന്താണെന്നും പറയാത്തെ അല്ലെ, അവർക്ക് തന്നെ ഡെവലപ്മെന്റ് വരില്ലേ, വികസനങ്ങൾ വരികയാണ് അല്ലെ. ഇപ്പൊ നമ്മ ഒരു വർക്കിൽ കയറി, ഏതെങ്കിലും ഒരു ഇതില് ജോലിക്ക് കയറി. ഇപ്പൊ നമ്മ ജോലിക്ക് കയറിയ സമയത്തുള്ള ആ സ്പീഡ്, ആ ഒരു ആക്യുറസി, ആ ഒരു ഡെവലപ്മെന്റ് ആയിരിക്കോ 3 വർഷം കഴിയുമ്പോ നമ്മ ആ സ്ഥാനത്ത് തന്നെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആയിരിക്കോ? അല്ല. എന്ത് പറ്റും? ഇംപ്രൂവ്മെന്റുകൾ വരില്ലേ, ഡെവലപ്മെന്റുകൾ വരില്ലേ? അപ്പൊ എന്താണ് ഇപ്പൊ ക്ലിയർ ആയോ? അവരുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, അവരെ നോളജ്, അവരെ കഴിവുകള്, അവരെ സ്കിൽസുകള് വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ്,
അക്രഡിറ്റേഷൻ ബോഡീസ് നോക്കിയേ. നെക്സ്റ്റ് നാബ്, നേരത്തെ പറഞ്ഞ പോലെ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അല്ലെ. എന്താണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും ഹോസ്പിറ്റലുകാർക്കും നാഷണൽ ലെവലിലെ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ബോർഡാണ് NABH. നെക്സ്റ്റ് NABL ആണ്. മിസ് ക്ലാസ് തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞ, അല്ലെങ്കിൽ നമ്മൾ ലബോറട്ടറിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. എന്താണ് ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടോ അല്ലെ, സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന അല്ലെ, അവർക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ബോർഡാണ്. ലബോറട്ടറീസിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ബോർഡാണ് NABL. ഓക്കെ ആയോ? നെക്സ്റ്റ് ACHSI. ACHSI എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ലെവല് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലെ അവിടുത്തെ സ്റ്റാൻഡേർഡുകളൊക്കെ വിലയിരുത്തി ഇന്റർനാഷണൽ ലെവലിൽ അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ് ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ. നെക്സ്റ്റ് മിസ് പറഞ്ഞു JCI അല്ലെ. JCI എന്ന് പറഞ്ഞാല് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ജോയിന്റ് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. JCI, NABH, NABL ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്നൊക്കെ works to enhance patient safety and quality of health care in the international community by promising education, publication, advisory services and international accreditation and certification. ഈ JCI എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ ലെവലില് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ അല്ലെ, അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിന്റെ സുരക്ഷിതത്വവും അവരുടെ ക്വാളിറ്റി ഹെൽത്ത് കെയർ അല്ലെ ഗുണനിലവാരം ഉറപ്പാക്കിക്കൊണ്ട് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവർ പ്രോമിസ് ചെയ്യുന്നുണ്ട്? നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് സർട്ടിഫിക്കേഷൻസ് മാത്രമാണ് അല്ലെ. അക്രഡിറ്റേഷൻ നൽകുക അങ്ങനെ മാത്രമല്ലേ പറഞ്ഞത്? ഇന്റർനാഷണൽ ലെവലില് അക്രഡിറ്റേഷൻ കൊടുക്കുക അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ കൊടുക്കുക എന്നല്ലേ മിസ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ JCI എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ഈ ഒരു പേഷ്യന്റിന്റെ സേഫ്റ്റിയും ക്വാളിറ്റിയും മുൻനിർത്തിക്കൊണ്ട് അന്താരാഷ്ട്ര ജനങ്ങളിൽ അല്ലെ അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ? എഡ്യൂക്കേഷൻ അല്ലെ, വിദ്യാഭ്യാസം, ആരോഗ്യപരമായിട്ടുള്ള എഡ്യൂക്കേഷൻ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പബ്ലിക്കേഷൻസ് കൊടുക്കുന്നുണ്ട് അല്ലെ. നമുക്കറിയാം പലതരത്തിലുള്ള ആരോഗ്യ മാസികകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടോ? പബ്ലിക്കേഷൻസ് വായിക്കാറുണ്ട് അല്ലെ. അതേപോലെ എന്താണ് ഇന്റർനാഷണൽ ലെവലിലുള്ള പബ്ലിക്കേഷൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് JCI. പിന്നെ എന്താണ് നമുക്ക് അഡ്വൈസറി സർവീസുകൾ അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനൊക്കെ എന്ത് വേണം? ഉപദേശങ്ങൾ കിട്ടണം അല്ലെ. ഓരോ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്താണ് പുതിയ എന്തെങ്കിലും ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ട് സർവീസുകളുമായി ബന്ധപ്പെട്ട അഡ്വൈസറി സർവീസുകൾ കിട്ടണോ? ഉപദേശങ്ങള്. ഇപ്പൊ നമുക്കറിയാം അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ അവിടുത്തെ ഉപദേശങ്ങൾ കിട്ടണ്ടേ? അവരെന്തൊക്കെ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ പ്രാവർത്തികമാക്കണം അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കണം അല്ലെ, ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നൊക്കെ അവർക്ക് ഉപദേശങ്ങൾ കിട്ടണ്ടേ? അഡ്വൈസറി സർവീസുകൾ. അപ്പൊ അങ്ങനെയുള്ള അഡ്വൈസറി സർവീസുകൾ കൂടാതെ ഇന്റർനാഷണൽ അക്രഡിറ്റേഷനും സർട്ടിഫിക്കേഷനും നമ്മുടെ JCI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രോമിസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? എന്താ നെക്സ്റ്റ് പറയുന്നത് JCI ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഹെൽത്ത് കെയർ അക്രഡിറ്റേഷൻ. എന്താണ് JCI എന്ന് പറയുന്നത്? ലോകത്തിലെ ലാർജസ്റ്റ് ഹെൽത്ത് കെയർ അക്രഡിറ്റർ ആണ് അല്ലെ. ബോഡിയിൽ പറയുന്ന ഏറ്റവും വലിയ അക്രഡിറ്റേഷൻ ബോഡിയാണ് നമ്മുടെ JCI. സിൻസ് 1994 each hospital that has tried JCI gold seal of approval has done as part of constant performance improvement journey. എന്താണ് 1994 മുതൽ ഹോസ്പിറ്റലുകളിലെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകൾ എന്തിനു വേണ്ടിയാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? JCIയുടെ
ഗോൾഡ് സീൽ അപ്രൂവൽ ലഭിക്കാനായിട്ട് അവരവരുടെ എന്താണ് ജേണിയിലെ യാത്ര പെർഫോമൻസിന്റെ ആ ഒരു ജേണി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ ഹോസ്പിറ്റല് ക്വാളിറ്റിയില് പേഷ്യന്റിന്റെ സുരക്ഷിതത്വത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പാടുണ്ടോ? കുറവ് വരുത്താൻ പാടുണ്ടോ? ഇല്ല അല്ലെ? അവര് വീണ്ടും അത് ഇംപ്രൂവ് ചെയ്യാണ് അല്ലെ വേണ്ടത്. വീണ്ടും അവർ ഇംപ്രൂവ് ചെയ്യല്ലേ വേണ്ടത് ഓരോ വർഷം ചെല്ലും തോറും അല്ലെ. അപ്പൊ അതെന്താണ് തുടർച്ചയായിട്ടുള്ള ഒരു ജേർണി അല്ലേ. അപ്പൊ ഗോൾഡ് സീൽ അപ്രൂവൽ എന്ന് പറയുന്നത് JCIയുടെ ടോപ്പ് റാങ്ക് ആണ്. അപ്പൊ ഈ അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റൽ എന്തിനു വേണ്ടിയാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? JCIയുടെ ഗോൾഡ് സീൽ അപ്രൂവൽ ലഭിക്കാനായിട്ട് 1994 മുതൽ ഹോസ്പിറ്റലുകാരെ അവരുടെ ജേർണി അവരുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു. ക്ലിയർ ആയോ? ഇന്ന് മിസ് എടുത്ത ഭാഗങ്ങൾ ഓക്കെയാണോ എല്ലാവർക്കും? ഓക്കെയാണോ? ഓക്കെ ഓക്കെ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് ഇത്ര എടുക്കുന്നുള്ളൂ. ഞാനും ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.